ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വീണ്ടും ബാംഗ്ലൂർ പോവാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും പിന്നെ എൻ്റെ പൊട്ടൻസ് ഉണ്ട്. ഞങ്ങളുടെ അനുസരി ദുബായിൽ നിന്ന് വരികയാണ്. അപ്പോൾ പറഞ്ഞു അപ്പോൾ നേരിട്ട് ബാംഗ്ലൂരിക്കാണ് വരുന്നത്. പിന്നെ ഷാബോട് ഓൾറെഡി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സമയം മാത്രമല്ല, അതിന് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ കുറച്ച് എക്സൈറ്റഡ് ആണ് അങ്ങനെ കാണാനുള്ളത്. ഇവരവിടെ വേറെ വീട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയ പോലെ 3:30 ട്രെയിനാണ് പോകുന്നത്. പക്ഷേ ട്രെയിൻ വന്നിട്ടില്ല. നമ്മളിതാ ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ ഇതാ നിന്നെ ചിരിപ്പിക്കാൻ എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല. ആ ട്രെയിൻ കിട്ടി, ട്രെയിൻ വരുന്നുണ്ടോ? ആ ഒരു കുറച്ച് നേരം കിട്ടി. ഞങ്ങൾ ലുഡോ കളിക്കുകയാണ്. റേഞ്ച് ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ലുഡോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുഡോ കളിക്കുകയാണ്. ഈ ഗെയിമിൽ ഞാൻ ജയിക്കും. ഇത് വേറെ ടൈപ്പ് ലുഡോ ആണ്, സോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ജയിച്ചു, ഞാൻ എപ്പോഴും പറഞ്ഞത് ഞാൻ ജയിക്കുന്നത്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് പറ. ഇവൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്ത് റൈസാണെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ബാംഗ്ലൂരുകാരുടെ പുലാവ് എന്നൊക്കെ പറയാം. വെജിറ്റബിൾസ് ഇല്ലാത്ത പുലാവും, ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡും. ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ട്രെയിൻ. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ കളിച്ച് പഠിച്ചാവും. ഞാൻ ആ സാധനം വെച്ചു കണ്ടിട്ട് മടിയായിരിക്കണേ. അപ്പോൾ നടക്കില്ല, ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ അനുവിനെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. ഷാബു അനുവും കൂടെ ഇപ്പോൾ വരും. ഐ എം സോ എക്സൈറ്റഡ് ടു മീറ്റ് ഹിയർ. എനിക്ക് ആക്ച്വലി ഒരു ബൊക്കെ വേണമായിരുന്നു അവളെ കാണുമ്പോൾ കൊടുക്കാൻ. പക്ഷേ ഇവിടെ ബൊക്കെ ഒന്നും കിട്ടില്ല. വെയിറ്റിംഗ്. അവർ വരുന്നത് കാത്തിട്ട് ഞാൻ കുറേ അന്വേഷിച്ച് ഫ്ലവർ ബൊക്കെ കിട്ടുമെന്ന്. അത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഇവൻ പറയുന്നത്. ഓർഡർ 1/2 കിലോമീറ്റർ. അതിൻ്റെ പറയാൻ 30 കിലോമീറ്ററോ 30 മീറ്റർ ഉള്ളതാണ്. പക്ഷേ ഓർക്ക് വരുന്നത് പറഞ്ഞിട്ട് ഇവ സമ്മതിക്കുന്നില്ല. ഐ എം ജസ്റ്റ് മാരീഡ്. അങ്ങനെ കണ്ടുപിട്ടി. ഇത് ഷാബുവിന് ഫെയിം ഇഷ്ടമല്ല. അത് പാവം മറ്റേ വേഗം ഓക്കെ. ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേ? ബ്രേക്ക്ഫാസ്റ്റ് നോക്കി കൊടുക്കുക. ഇവരെ മോനെ കാണിക്കുന്നില്ല. ഞാൻ നടന്നോളാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ കയറിയിട്ട് രാമേശ്വരം കഫേയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര നല്ല ആംബിയൻസ് ആയിരുന്നു. ഫ്ലൂട്ടിൻ്റെ ഒരു ബീച്ചിയും പിന്നെ ഇങ്ങനെ അവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഭയങ്കര റഷായിരുന്നു. നല്ല രസമുണ്ടായി കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ 4 പേര് 4 ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ദോശയൊന്നും വലിയ ഇഷ്ടമുണ്ടായില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ട് 4 പേര് 4 സൈഡിലേക്ക് പോയി വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഫുഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഷാബു ഉപ്മാവ് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇവൻ ഗീ ഇഡ്ഡലി പറഞ്ഞപ്പോൾ ഞാനത് പ്ലെയിൻ ഇഡ്ഡലി ആക്കി. പിന്നെ ഇങ്ങനെ ഇഡ്ഡലി സാമ്പാറിലുള്ള ഇതും പിന്നെ എന്തായാലും പിന്നെ അതിന് ഒരു മസാല എന്തോ ഒരു മസാല ദോശ പറഞ്ഞു. അത് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് പൊതുവെ മസാല ദോശ ഇഷ്ടം. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ കോഫി മാത്രം ഒട്ടും കൊള്ളില്ലായിരുന്നു. കയ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പായിരുന്നു. പിന്നെ ഷാബു വട്ടമിലൊക്കെ പറഞ്ഞത് ഇവർ രണ്ടുപേരും ഒരാൾ ബ്ലാക്ക് കോഫിയും ഒരാൾ മസാല ചായ ആയിരുന്നു പറഞ്ഞത്. അവർ പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കോഫി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു.